ഫിലിം ആഡ്സ് പ്രൊമോട്ട് ചെയ്യുന്നത് പോലെയാണ് ഇന്ന് യൂണിവേഴ്സിറ്റീസ് ആഡ്സ് വരുന്നുള്ളത്, കോളേജും യൂണിവേഴ്സിറ്റീസിൻ്റെ ഒക്കെ ആഡ്സ് വരുന്നുള്ളത്. അപ്പം ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഓൺലൈൻ ഡിഗ്രി, ഓൺലൈൻ പി ജി, ഡിസ്റ്റൻസ് ഒക്കെ ആണല്ലോ. ഓൺലൈൻ ഡിഗ്രി അല്ലെങ്കിൽ ഓൺലൈൻ പി ജിയെ കുറിച്ചിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയുടെ ആഡ്സ് കണ്ടിട്ടുണ്ടോ? മണിപ്പാൽ യൂണിവേഴ്സിറ്റി, മണിപ്പാൽ അത്രത്തോളം കണ്ടിട്ടില്ല. ജെയിൻ ആൻഡ് അമിട്ടി ആൻഡ് പരുൾ ആൻഡ് UPS, ഇങ്ങനെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന ആഡ്സ് കണ്ടു കഴിഞ്ഞാൽ ഒരു കുട്ടി എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യും. കാരണം ഹൈ ക്ലാസ് ആണ്, ബിഗ്ഗസ്റ്റ് സെലിബ്രിറ്റീനെ വെച്ചിട്ടാണ് ഇവരിത് ചെയ്യുന്നുള്ളത്, ഈ ആഡ്സ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമുക്കൊരു ഹോസ്പിറ്റൽ നമ്മൾ ഒരു ആഡ് കണ്ടതിൻ്റെ റേഷ്യോയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ട്? ഹോസ്പിറ്റലിൽ നമ്മൾ നോക്കുന്നത് അവിടുത്തെ ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ ഏതൊക്കെ ഡോക്ടർമാരാണ് അവിടെ ഉള്ളത്. യെസ്, ശരി, റൈറ്റ്, എക്സാക്ട്ലി അതാണ് നമ്മളുടെ വേർഡ്. ഡോക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഡോക്ടറും ഏറ്റവും നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും അവരുടെ റെഫറൻസ് ഇതായിരിക്കുമല്ലോ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ ഡിഗ്രി അല്ലെങ്കിൽ PG ജോയിൻ ചെയ്യുമ്പം യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നതും സെലക്ട് ചെയ്യുന്നതും. ഈ ഒരു ആഡ്സ് കണ്ടിട്ട് ഡയറക്റ്റ്ലി ആ ബ്രാൻഡിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ട് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളെപ്പോൾ സംസാരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് അനലൈസ് ചെയ്യണം, നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് അനലൈസ് ചെയ്യണം, നമ്മുടെ കരിയർ പ്ലാൻസ് അനലൈസ് ചെയ്യണം, നമ്മുടെ ബഡ്ജറ്റ് അനലൈസ് ചെയ്യണം, ആ ഡൊമൈൻ എത്രത്തോളം എക്സ്പെർട്ടൈസ് ആകുമെന്ന് നോക്കണം. അങ്ങനെ ഒരു 1000+ സംഭവങ്ങൾ, ഐഡിയാസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റി ചെയ്യുന്നത്, അപ്പം ഇങ്ങനെയുള്ള പരിപാടി യൂണിവേഴ്സിറ്റി ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അതൊരു അവയർനെസ് എന്നുള്ള രീതിയിൽ മാത്രമേ യൂണിവേഴ്സിറ്റി ഇത് കൊണ്ടുവരാൻ പാടുള്ളൂ എന്നുള്ളൊരു ഒപ്പീനിയൻ കൂടി എനിക്കുണ്ട്. എൻ്റെ ഒപ്പീനിയൻ ഇപ്പം ഈ പറയുന്ന കോഴ്സ് ആൻഡ് കോഴ്സ് വരുന്ന വലിയ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒന്നും എടുക്കൂല എങ്കിൽ പോലും നമ്മളുടെ ഒപ്പീനിയൻ നമ്മൾ എന്തായാലും സൂചിപ്പിക്കണം. സോ അമിട്ടിയിലൊക്കെ വലിയ സെലിബ്രിറ്റീസ് ആണ് ഈ പറയുന്ന ആഡ് വരുന്നത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ പെട്ടെന്ന് ജോയിൻ ചെയ്യും. അപ്പോൾ കുട്ടികൾക്ക് ഇത് എൻഡ് ഓഫ് ദ ഡേ ഭയങ്കര ബെനിഫിറ്റ് ഫുൾ. പക്ഷേ കുട്ടികൾ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാതെ ജോയിൻ ചെയ്തിട്ട് ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇതായിരുന്നില്ല ഞാൻ ചൂസ് ചെയ്യേണ്ട യൂണിവേഴ്സിറ്റി, സോ എൻ്റെ ഡൊമൈൻ അനുസരിച്ചിട്ട് എനിക്ക് മറ്റേത് മതിയായിരുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ഇതിപ്പോൾ സൗത്ത് ഇന്ത്യയിൽ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ NRF റാങ്കിങ്ങിൽ മറ്റുള്ള കുറച്ച് യൂണിവേഴ്സിറ്റിയെക്കാട്ടിക്കും താഴെയുള്ള യൂണിവേഴ്സിറ്റീസ് ഈ ആഡ് കൊണ്ടും ബ്രാൻഡിങ് കൊണ്ടും മാത്രം ആളുകളുടെ വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് വൺ ഓഫ് ദ ബിഗ്. അതിൻ്റെ ഗുണങ്ങളും ഉണ്ട് മോശങ്ങളും ഉണ്ട്. ജെയിൻ യൂണിവേഴ്സിറ്റി സൗത്ത് ഇന്ത്യയിൽ ഇന്നിപ്പം ആഡ്സ് കൊണ്ട് തന്നെ ഒരു പരിധി വരെ ഒരു ബിഗ്ഗസ്റ്റ് ലെവലിലേക്ക് പോയ യൂണിവേഴ്സിറ്റിയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി. ബ്രാൻഡ് എന്നുള്ള വളർന്നിട്ടുണ്ട്. പക്ഷെ അമിട്ടിനൊക്കെ അപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിലോ മണിപ്പാൽ അത് ഓൾറെഡി എക്സിസ്റ്റിംഗ്ലി ബ്രാൻഡ് ആണ്. അപ്പോൾ ജെയിൻ ഇപ്പം ഈ ഒരു കോവിഡ് പീരീഡിലൊക്കെ മാക്സിമം ഓൺലൈൻ ഡിഗ്രിക്കും നല്ല രീതിയിൽ ബ്രാൻഡ്. പക്ഷെ അത് മാത്രമല്ല ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ യൂണിവേഴ്സിറ്റിയെ ഡീഗ്രേഡ് ചെയ്യുന്നതല്ല, ആഡ്സിനെ ഡീഗ്രേഡ് ചെയ്യാണ്. ആഡ്സ് ഇങ്ങനെ ആഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ബ്ലൈൻഡ്ലി ചിലപ്പോൾ ഫോക്കസ് ചെയ്യും. അത് തന്നെയാണ് എൻഡ് ഓഫ് ദ ഡേ യൂണിവേഴ്സിറ്റിയുടെ ആഗ്രഹവും. പക്ഷെ നമ്മൾ വിദ്യാർത്ഥികളാവട്ടെ അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണലാവട്ടെ, നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ആഡ്സ് മാത്രമല്ല ക്രൈറ്റീരിയ ടു ചൂസ് യൂണിവേഴ്സിറ്റി ഫോർ MBA or MCA or MSc or BBA or BCom or whatever other degrees and PGs. ക്ലിയർ? അപ്പം ഇത് ഒരു പരിധിക്കപ്പുറം യൂണിവേഴ്സിറ്റിക്ക് ആഡ്സ് കൊടുക്കുന്നത് എനിക്കൊരു വളരെ അരോചിതമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. നല്ല മാർക്കറ്റിംഗ് ടീമുള്ള ആളുകൾക്ക് നന്നായിട്ട് ബ്രാൻഡ് കൊടുക്കുക ആസ് എ കമ്പനി. പക്ഷെ നല്ലൊരു യൂണിവേഴ്സിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല പിന്നെ ആഡ്സിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പാരാലോലി പിന്നെ അപ്ലൈ ചെയ്തിട്ട് വെളുത്ത ആളുകളൊന്നുമില്ല. പക്ഷെ അതിൻ്റെ വന്നിട്ട് പിന്നെ ആഡ്സിൽ വന്നിട്ട് പറയാം ഇത് മൊത്തം അപ്ലൈ ചെയ്തിട്ട് ഒരു വിത്തിൻ സെക്കൻഡ്സിൽ ഫുൾ ഫേസ് വൈറ്റ് ആയിട്ട് കാണാം. നമ്മൾ കണ്ടിട്ടില്ലേ? അങ്ങനെ എത്രയോ ആഡ്സ്. നമ്മളൊരു TV ഒക്കെ അപ്ലൈ ചെയ്യുന്ന അപ്പോൾ ഇതാണ് ഇത് തന്നെയാണ് ആഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു ആഡ്സ് അല്ല ഒരു ക്രൈറ്റീരിയ ടു ചൂസ് യൂണിവേഴ്സിറ്റി. പിന്നെയും ഒരു പരിധി വരെ ഫിലിമും ഈ പരിപാടിക്കൊക്കെ പ്രൊമോഷൻ നിർബന്ധമാണ്. ഒരു ട്രെയിലർ കണ്ടിട്ട് ഫിലിമിന് പോവാം, ട്രെയിലർ വാച്ച് ചെയ്തിട്ട് ഫിലിമിന് പോകാമെന്ന് പറയുന്ന ഒരു ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതേപോലെ ആഡ് കണ്ടിട്ട് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാന്ന് പറയുന്ന ഓപ്ഷനോ പിന്നെ ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യാന്ന് പറയുന്ന ഓപ്ഷനോ അവിടെ വരുന്നില്ല. സർവീസ് ഇൻഡസ്ട്രി ഈസ് റിയലി ഡിഫറെൻറ്റ്, പ്രൊഡക്റ്റ് ഇൻഡസ്ട്രി ഈസ് റിയലി ഡിഫറെൻറ്റ്. ഫിലിം എന്ന് പറയുന്ന ഒരു എൻ്റർടൈനിങ് ഇൻഡസ്ട്രിയാണ്. അപ്പം ചിലതൊക്കെ കണ്ടിട്ട് എല്ലാം ഇതുപോലെ ഇങ്ങോട്ടേക്ക് ഒരു കാർബൺ കോപ്പിയായി കൊണ്ടുവന്നിട്ട് ചെയ്യുമ്പോൾ മണ്ടന്മാരാവുന്നതും ഒരു പരിധി വരെ മിസ്റ്റേക്ക് സംഭവിക്കുന്നതും നമ്മളുടെ ആളുകൾക്കാണ്. ഞാൻ നോട്ടീസ് ചെയ്യപ്പെടുന്നതാണ്. അപ്പം എൻഡ് ഓഫ് ദ ഡേ പോയിന്റ് എന്ന് പറയുന്നത് ആഡ്സ് കണ്ടിട്ട് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തത്. ആഡ്സ് ആ യൂണിവേഴ്സിറ്റിയുടെ അവയർനെസ് ആയിട്ട് മാത്രം കരുതണം. കൂട്ടത്തിലൊരു യൂണിവേഴ്സിറ്റി ഇതും ഉണ്ട്, ഓക്കെ, വി അണ്ടർസ്റ്റുഡ്, അങ്ങനെ ആയിരിക്കണത് കരുതേണ്ടത്. ചൂസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ ഇസ് എൻ്റയർലി ഡിഫറെൻറ്റ്. അത് ആഡ് മാത്രമല്ല.